നമുക്ക് ഇന്ന് അടിപൊളിയായിട്ട് ഒരു ചില്ലി പോർക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി കണ്ടാലോ. ആദ്യം തന്നെ നമുക്ക് പോർക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചിട്ട് നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ സോസായിട്ട് സോയ സോസാണ് ആഡ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ ഗാർലിക്ക് കട്ട് ചെയ്ത് വെച്ചതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റിൽ നമുക്ക് കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അതും. എന്നിട്ട് നമുക്ക് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബാച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടില്ല. ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് പിന്നെ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഓയിൽ പാനിൽ ബാക്കി വെച്ചിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഗാർലിക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഓണിയനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊന്നും ഈ ടൈമിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സോസൊക്കെ ഒഴിക്കുമ്പോൾ ഉപ്പ് ഉണ്ടാവും അതിൽ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ക്രഞ്ചി ആയിട്ടിരിക്കണം. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര വഴണ്ട് പോകരുത്. ക്രഞ്ചി ആയിരിക്കണേ. എന്നിട്ട് നമുക്ക് അതിലേക്ക് സോസസായിട്ട് കുറച്ചധികം ടൊമാറ്റോ സോസും പിന്നെ സോയ സോസും കുറച്ച് ചില്ലി സോസും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കണേ. എരിവ് അനുസരിച്ച് മുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച പോർക്കും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ കഴിക്കാൻ രസമാണ് കേട്ടോ. നമുക്കിങ്ങനെ ഡ്രൈ റോസ്റ്റ് പോലെ, ചില്ലി ഡ്രൈ റോസ്റ്റ് പോലെ പോർക്ക് അങ്ങനെ കഴിക്കാം. നമുക്കിവിടെ ഇത്തിരി ഗ്രേവി ടൈപ്പ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിലേക്ക് നല്ല തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബോയിലായി കഴിയുമ്പോൾ കോൺഫ്ലോർ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരും കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. നമുക്കിനി ലാസ്റ്റിൽ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് സ്പ്രിങ് ഓണിയൻ്റെ കട്ട് ചെയ്ത് വെച്ചേക്കണ പാർട്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ചില്ലി പോർക്ക് റെഡി ആവും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.